ഗായ്സ്, അപ്പൊ നമ്മളിന്ന് വണ്ടി എടുത്തിട്ട് ഫാമിലി ആയിട്ട് നമ്മൾ വെറുതെ ഒന്ന് തൃശ്ശൂർക്ക് ഇറങ്ങാണ്. നെക്സ്റ്റ് പോണം. പിന്നെ എങ്ങനെ പോണേ? പിന്നെ അമ്മയുടെ പാപ്പന്റെ അടുത്തേക്ക് പോണം. പിന്നെ മേടിക്കൊന്നുമില്ലല്ലോ. പിന്നെ സിനിമ പ്ലാൻ ഉണ്ടായിരുന്നു. അതിനിപ്പോ ടിക്കറ്റ് ഇല്ല. പോയിക്കൊണ്ടിരിക്കാനെ പെട്ടെന്നാണ് തോന്നിയത് വീഡിയോ എടുക്കാന്ന്. പിന്നെ ഇന്നലെ ഞങ്ങള് ഫോട്ടോ എടുക്കാൻ ഇതിനൊക്കെ പോയി, അതും വീഡിയോ എടുക്കാന്ന് വെച്ചാണ്. പക്ഷെ മറന്നു പോയി ഗൈസ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ചെറിയ ചെറിയ വിശേഷങ്ങൾ കാണാം. ചെറിയൊരു വ്ളോഗായിരിക്കും ഇത്. അപ്പോൾ നമുക്കിനി കാണാം. ഗൈസ്, നമ്മളിപ്പോൾ പേരാമംഗലെത്തി. നമ്മളിപ്പോൾ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വൈഡിലെടുക്കണം. ഇവളുള്ളതുകൊണ്ട് എൻ്റെ ഫോണിൽ എടുക്കാൻ പറ്റും. എന്താ ജയാ നിങ്ങളെന്തെങ്കിലും പറയണം. എന്താ പരിപാടി? എന്താ പരിപാടി? ഉറക്കാനെ പറയേ. ഞങ്ങള് പിന്നെ പറ്റിങ്ങ സിനിമയ്ക്ക് പോവും. അതൊക്കെ തന്നെ പരിപാടികള്. സുരേഷ് വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കാം. സുരേഷിന്റെ ഫാൻസ് ഉണ്ട് കേട്ടാ. എന്തിരത്ത് ചങ്ക് എന്തിരത്ത് ചോദിക്കാറുണ്ട്. അച്ഛൻ്റെ ഇത് കാണാറില്ലല്ലോ എന്ന്. നല്ല രസമുണ്ട്. സുഖമായിട്ട് പോവാം. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി ഒന്നും പറഞ്ഞില്ലേ? വണ്ടിയിൽ ഇരുന്നിട്ട് എന്താ പറയാനുള്ള നിങ്ങക്ക്? വണ്ടി കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടിയാണ്. ഇഷ്ടായില്ലേ? പഴയ വണ്ടിയും ഈ വണ്ടിയും കമ്പയർ ചെയ്യുമ്പോ പഴയ വണ്ടി ചെറിയ വണ്ടി, ഇത് ഒരു വലിയ വണ്ടി. ഇത് ഒരു ആനപ്പുറത്തിരിക്കുന്ന പോലെ ഉണ്ട്. അതന്നെ ഫീൽ ചെയ്യുന്നത്. വേറെ ഫീലൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓടിക്കണോളൊക്കെ എന്താ പറയാനുള്ള? എനിക്ക് നോക്കാണ്ട് പറഞ്ഞാ മതി. പുതിയ വണ്ടിയല്ലേ? ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പഴയ വണ്ടി നല്ലത് തന്നെ. അത് ചെറുത്, ഇത് വലുത്. അതാ പോലെ അത് ആ വണ്ടി വലിയ കാര്യങ്ങളൊക്കെ ഭയങ്കര പിക്കപ്പാ വണ്ടി. ആൾക്ക് ഇങ്ങനെ വണ്ടിയെ കുറിച്ച് അധികം പറയാറില്ല ഗൈസ്. നിനക്കോ? നമ്മൾ ആഗ്രഹിച്ച വണ്ടി അത് നമ്മൾ വാങ്ങി, ഡ്രീം കണ്ടു, ഡ്രീം സാക്ഷാത്കാരമാക്കി. അതാണ് അതിൻ്റെ ഒരു സന്തോഷം. അത്ര തന്നെ, കൂടുതലൊന്നും ഇല്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്കിഷ്ടായി. പിന്നെ എന്തിനു പറയാ, താറ് എല്ലാവരും വിചാരിക്കണ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റി. അതല്ല, ഞാൻ എന്തായാലും പൊരിക്കുന്നുണ്ട്. വണ്ടിയൊക്കെ ഓടിച്ച് സുഖമായിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ നമുക്ക് നല്ലൊരു ഇതിലും കിട്ടി ഓഫർ. അങ്ങനെ നല്ലൊരു ഓഫർ ഡിസ്കൗണ്ടിലും കിട്ടി വണ്ടി. അത് കാരണം ബാക്കിയുള്ളവർക്ക് ഒരു വിഷമമുണ്ട്. കാരണം ഇത്ര വിലയുടെ വണ്ടി ഇത്ര വില കുറവിന് കിട്ടി, അങ്ങനത്തെ ഒരു വിഷമമുണ്ട്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ വണ്ടി എടുക്കണവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി എടുത്തോ. കാരണം ഓഫർ ഉണ്ട്. ഇനി ആ വിലക്ക് ഈ വിലക്ക് തന്നെയാണ് ഇനി ഈ വണ്ടി കിട്ടുള്ളൂ. ഇനി കൂടുതലൊന്നുമില്ല. നമ്മൾ അമലെത്തിൻ്റെ ഗൈസ്. നമ്മളിപ്പോ നെക്സ്റ്റ് എത്തും. എന്നിട്ട് അവിടെ എത്തിയിട്ട് കാണും തന്നെ. ഒളരിക്ക് വന്നതാ. അപ്പൊ അവിടെ കുമ്മാട്ടി നടക്കണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റുമോ? അതേനെ പോവാൻ പറ്റില്ല. കുമ്മാട്ടിക്ക് എടുക്ക. നിങ്ങള് ടെൻഷൻ അടിക്കല്ലേ? നല്ല തിരക്കാണ് ഗൈസ്. നമുക്ക് വരുമ്പോ ഇവിടെയാണ് ഞങ്ങള് വന്ന് കൊട്ടിയത്. ആ അമ്പലല്ലേ, അവിടെയാണ് ഞങ്ങൾ BGM ഡ്രംസ് വന്ന് കൊട്ടിപ്പോയത്. വളരിയില് ഓണത്തിന് പരിപാടി ഉണ്ടാവൂലേ? തൃശ്ശൂർ ജില്ലയില് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. എന്തുണ്ടാവുന്നു? നാരായണ ഗുരു അമ്പലത്തിലെ പരിപാടികൾ ഉണ്ടാവും, കുട്ടികളുടെ പരിപാടി ഉണ്ടാവും, ഓണക്കളി ഉണ്ടാവും. ഇവിടെ നിറച്ച് പരിപാടികളാണ്. ഇതെന്റെ നാടാട്ടാ. ഞാൻ അറിയില്ലേട്ടാ. കുഴിയിൽ കൊണ്ടിടണ്ടാ. അല്ലേ ഏതാ വഴിന്നറിയൂ? ആ സൈഡത്തെ വഴി എന്ന് പറഞ്ഞപ്പോ ആളിങ്ങോട്ട് എടുത്ത് പോന്നേ. വഴിന്നറിയില്ലേ? അവിടെയും ബ്ലോക്കാണ്. ആ വഴി എടുത്ത് കഴിഞ്ഞാൽ അവിടെ വണ്ടിയിട്ട് പോയി കുമ്മാട്ടി കാണാം നമുക്ക്. ഞങ്ങൾ അതിനെ പോയിട്ട് വേറെ വഴി കയറിയിട്ട് വന്നു. ഇനി ഞങ്ങള് കുമ്മാട്ടി കാണാൻ പോവാണ്. അമ്മയുണ്ട്, അനിയുണ്ട്. നടന്നു പോയിട്ട് നമുക്ക് കാണാം. ഇവിടെ നിന്നാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിയാറായോന്ന് അറിയില്ല. അവിടെ ചെന്നാലേ അറിയുള്ളൂ. ചെന്നിട്ട് കാണാം. പരിപാടി സ്ഥലത്തെത്തി.
ആഹാ കൊള്ളാലത്. നമ്മളതിൽ പെട്ടു ഗൈസ്. ഇതൊക്കെ കാട്ടി കളി തുടങ്ങി. നമ്മൾ പാപ്പന്റെ വീട്ടിൽ പോവാണ്. ടാങ്കിയോ കുമ്മാട്ടി പെണ്ണൊക്കെ ഡാൻസ് കളിക്കണല്ലോ. ആളൊരു ഫോട്ടോ എടുക്കാന്ന്. ഇനി പാപ്പന്റെ വീട്ടിൽ പോയിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ രാത്രി ആയപ്പോ നെസ്റ്റോയിലേക്ക് പോവാണ്. ഇരുട്ട നിന്നെ കാണാണ്ട് ഗൈസ്. ഇതാണ് തൃശ്ശൂരിന്റെ സ്വന്തം നെസ്റ്റോ. ഇതെന്നാ വഴി? ഇന്ദിരത്ത് മെസ്സേജ് അയച്ചിട്ട് പറയാ വീഡിയോ കണ്ടിട്ട്. അണ്ണാത്തന ഡെയിലോഗ് ഒരെണ്ണം പൊരിച്ചിട്ടുണ്ടെന്ന്. അണ്ണാത്തനോണ്ട് ഇനി പറയിപ്പിക്കാൻ. നിങ്ങളുടെ ഫാൻസാ ഫാന് വേണ്ടിട്ട്. ഇതൊരു സൈഡിലത്തെ എൻട്രൻസ് ആണ്. നമ്മളിനി പാർക്കിങ്ങിലേക്ക് പോണ് ഗൈസ്. മോളിലൂടെ പോയി അടിയിലേക്ക് ഇറങ്ങണം. അടിയിൽ കുറെ വണ്ടി എന്നിട്ട് ഇതില് വരണം എനിക്ക് ആഗ്രഹമായിരുന്നു. ഞാനിത് മേടിക്കുന്ന സ്വപ്നത്തില് പോലും വിചാരിച്ചിട്ട് പോയിട്ടുള്ളതല്ല. ഇതൊക്കെ വാങ്ങിക്കാൻ കാരണം ഞാൻ വന്ന കാരണ. ഞാൻ ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ എടുക്കണം. അതായത് വില നോക്കരുത്. നമ്മൾ കാശ് നോക്കാൻ പാടില്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ല ഗൈസ്. നിങ്ങൾ ആലോചിച്ചിട്ട് പറയും. ഞാൻ നെസ്റ്റോന്റെ പാർക്കിങ്ങിലേക്ക് എത്തി. നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ കേറിയിട്ട് വേണം പോവാനായിട്ട്. നമ്മുടെ ചക്കനെ പാർക്ക് ചെയ്യാണ്. എല്ലാവരും നോക്കി പോണ്ട് രജിസ്ട്രേഷൻ ആയാലും. അവർ കാറല്ലാണ് ഗത്തില്ലേ. ആ ഒടിച്ചെടുക്ക ബാക്ക് എടുക്കാൻ പറയേ ഗൈസ്. നമ്മൾ ശരവണ ഭവനിൽ പോയിട്ട് ഫുഡ് അടിച്ചിട്ട് നേരെ ഞങ്ങൾ നെസ്റ്റോയിലേക്ക് വന്നു. നെസ്റ്റോയില് ഫുഡ് നല്ലതായ കാരണമാണ് ഞാൻ ശരവണ ഭവനിലേക്ക് പോയത്. തുടങ്ങിയവര് സ്നാനം കെടുത്തി. നെസ്റ്റോയിലെത്തിയപ്പോ നമുക്ക് നെസ്റ്റോയില് പോയിട്ട് കാണാം ബാക്കിയുള്ള വിശേഷങ്ങള്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അതാദ്യം ഞാൻ മനസ്സിലാക്ക് ഗൈസ്. വണ്ടി ഒന്ന് സെറ്റ് ആവാണ്ട. അതിന്റെ ബുദ്ധിമുട്ടുകളാണ് ഈ കാണുന്നത്. ഇതിപ്പോ എത്രാമത്തെ അടി അടിക്കണ്? ലിഫ്റ്റ് കേക്കറാ കേറി പോവാം. സാധനം എടുക്കണ്ട? സാധനം എടുത്തില്ല. ഇതെടുക്കണോ ചോദിക്കോ ഗൈസ്. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിരിക്കുകയാണ് നമ്മൾ. അതേനല്ല ഇതേനെ ആണ് ഗൈസ്. ഗ്രൗണ്ട് ഫ്ലോറാണ്. മൊത്തം സെക്കൻഡ് ഫ്ലോർ ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് മൊത്തം കാണിക്കുന്നില്ലേ, ജസ്റ്റ് പർച്ചേസ് ചെയ്യാൻ വരുന്ന മാത്രം. ബാത്റൂം ഫസ്റ്റില്ല. എന്താ പോണാ? ഇപ്പൊ പോണാ? മുണ്ടൂട്ട് എന്നിട്ട് എടുക്കണേ.
ഏ സീഡൊക്കെ ഓട്സ് ഇവിടെയാ എന്തുവാ ഇപ്പൊ ഓഫറിനോന്ന് അറിയില്ല കേട്ടാ. ഓട്സ് എടുക്കാൻ വന്നാണ്. ഏതാ ഇന്നെടുത്ത ഓട്സ് ഏതാ? ഓട്സിന്റെ സെക്ഷനാണ് ഗൈസ്. അന്ന് ഇവിടെ നിന്ന് എടുത്തത് കഴിഞ്ഞ പാക്കറ്റാണ് വാങ്ങിയത് നമ്മള്. ആ അതന്നെ 350 കേട്ടോ. 50 ആ 60. അന്നെടുത്ത് എത്രക്കാന്നു? അന്നെടുത്ത് എത്രക്കാന്നു ഈ വലിന്? 150 ഗ്രാം 430. ഇത് 500 ഗ്രാം 750 500. ഏതാണ്ട് ആ സാധനം എടുത്താ വണ്ടി ആകെ 2 സാധനം വാങ്ങണല്ലോ. ആ കയ്യിൽ പിടിച്ചോ. ഇനി എന്തുട്ടാ? ഇതിങ്ങനെ സെക്ഷനാണ് ഗൈസ്. ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസുകളാണ് കിട്ടുക. ഞാൻ ജസ്റ്റ് അവിടുത്തെ സെക്ഷൻ കാണിച്ചു തരാം. സീഡ് എവിടെ ഇരിക്കണേ നിനക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വരാം. പിന്നെ ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ മറ്റേ ഈ എന്താ പറയാ അരി ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും ഇവിടെ. ഇവിടെ മീനുകൾ. ഹായ് ഹായ് സ്രാവ് കൊള്ളാലോ. ഗൈസ് ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട് അവിടെ ആൾക്കാർ വീഡിയോ എടുക്കണ്ടല്ലോ. സ്രാവരിക്കുന്ന എന്താ പച്ചക്കിള. ഇവിടെ ഇറച്ചി കിട്ടും ഗൈസ്. വാ വലിയ ചിക്കൻ. ഓ ഇവിടെ വന്ന് നിന്നൊക്കെ നല്ല മണടിക്കുന്നുണ്ട്. ഇവിടക്ക് ബോട്ടി വേണം. ബോട്ടി ഇവിടെ കേക്ക് ബിസ്ക്കറ്റ് കുക്കീസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ബോട്ടി വേണോ? ബോട്ടി സീഡ് ഉണ്ടാ? സീഡ് സിയ സീഡ് ഇല്ലല്ലേ? സിയ സീഡ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡിന്റെ സെക്ഷൻ ഇടിച്ചു അവിടെ നിൽക്കുക. സ്പോർട്സിന്റെ സെക്ഷനിലേക്ക് വന്നട്ടാ. നിങ്ങൾ എങ്ങടാ പോയേ? കാണാണ്ട് വിളിച്ചതാ അവനോ? മറന്നൂലേ പാവം. എന്താണ് എടുക്കണേ? ഇത് കഴിഞ്ഞ ആ വീഡിയോ എടുക്ക. എന്താ അതേ വേഗം എടുത്ത പോവാ. പാവണ്ട് മാമനാ. ഓ
ഇത് വാങ്ങിട്ട് അവിടെ കൊണ്ട് ഒട്ടിക്കണ്ടേ? തിരക്ക് കുറവാട്ടാ ഗൈസ്. നമ്മളെ ഓട്സ് എടുത്തത് വേറെ എടുക്കാൻ വന്നാക്കാണ്. അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓട്സ് മാറ്റി. ഇതാണ് ഓട്സ്. വീട്ടുകാരെ അവിടെ ഉണ്ട്. വൈഡില്ലല്ലേ ഫ്രണ്ട്? 1 കിലോ ഉണ്ടല്ലേ? ഇത് 1 കിലോ. അങ്ങനെ നമ്മൾ 2 ഓട്സ് എടുത്തു. പറഞ്ഞ എനിക്ക് ഇത് ഓട്സ് അല്ലേ? ഓട്സും പിന്നെ വേറെ നട്ട്സ് സീഡ്സ് കാര്യങ്ങളൊക്കെ എല്ലാം കൂടിയിട്ടാണ് മ്യൂസിലി എന്ന് പറയാം. ഓട്സ് അല്ല മ്യൂസിലി ഗൈസ്. പോവാ. മീനെന്തിട്ടാ നോക്കണേ? വിലയൊക്കെ കണക്കടാ. അയ്യോ അവരെവിടെയാ കാണാനല്ലോ. ഇന്ന് ലേറ്റ് എത്തണം അവിടെ. ആരടത്? നമ്മുടെ കൂട്ടുകാരനെ കണ്ടുമുട്ടി. അച്ചുണ്ണി എവിടെയാടാ നീ? നാണക്കാരൻ. പിടിക്ക്. നിങ്ങൾ നീ സംസാരിച്ചോ സീനുകളാ? നമ്മുടെ പ്രേക്ഷകര് മനസ്സിലാക്കും വരുന്നതായി. നീ ഇപ്പൊ എന്താ പരിപാടി? ആടാ ഇവിടുന്നാലും എടുക്കണേ. സഹായിക്കടാ അച്ഛനെ എന്നിട്ട് മറ്റേക്കെടുത്തേക്കാണ്. ആരത്? അവന്റെ ചേട്ടൻ അപ്പു. അത്ര ഒന്നും മതിയെന്ന് അവരറിയില്ലേ? ഇത് 1 കിലോ 500. ഇപ്പൊ നിങ്ങളെല്ലാവരും എന്തായാലും പരിപാടി? ഇതെടുത്തൂട്ടാ. നീ ഇതെടുത്താ മതി. 1 കിലോ 500. ഓഫർ ഉണ്ടെന്നത്. ഇത് ബില്ലടിച്ചാ? കുഞ്ഞനെന്നെ അതാ 2 വാങ്ങിട്ട് സംസാരിക്കണ ഗൈസ്. അവർക്ക് നാണാണ്. അപ്പൊ അവര് സംസാരിക്കട്ടെ. എന്താ പറയാലേ? ഒന്നും പറയാലേ? നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ഫാനിന് വേണ്ടിട്ട് എന്തെങ്കിലും പറയും. ഇന്ദരത്തിന്റെ അടുത്ത് ഇന്ദരത്ത് കാണണതാ. ഇന്ദരത്തിന് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളെന്തെങ്കിലും തగ్గടിക്കാനാ പറയണേ? നിങ്ങളുടെ തగ్గടിക്കാൻ അവടെ പണിയെടുത്ത് ഫീൽ ഔട്ടാണ്. ഇതൊക്കെ മതി. ഇത് മതി അവന് ഇഷ്ടപ്പെടാൻ. അപ്പൊ നമ്മൾ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ്. നമ്മള് നെക്സ്റ്റ് പർച്ചേസിന് വന്നപ്പോ നെക്സ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് മുഴുവനായിട്ട് കാണിച്ചിട്ടൊന്നുമില്ലേ. അപ്പൊ ഇത്രയൊക്കെയാണ് ഉള്ളത് വീഡിയോയില്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയ വീഡിയോ ആണ് ഗൈസ്. കാണാലെന്നറിയാം, സോറി, ക്ഷമിക്കണം. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന ഗവൺമെന്റ് ബൈ.